ഹലോ, ഞാനൊരു സാധാരണക്കാരൻ ആണ് കേരളത്തിലെ. എൻ്റെ മലയാളം അത്രയും ശരിയല്ല, കാരണം ഞാൻ ബോൺ ആൻഡ് ബോട്ടം മധ്യപ്രദേശാണ്. എൻ്റെ വീട് ചെങ്ങന്നൂരിൽ നിന്ന് കഴിഞ്ഞ 30-ാം തീയതി ഞാൻ എൻ്റെ 2 കൊച്ചുങ്ങളെ, മൂത്ത മോൻ 14 വയസ്സും ഇളയ പെങ്കൊച്ച് 9 വയസ്സ്, ഞങ്ങൾ ശബരിമലയ്ക്ക് പോയി. അവിടെ എത്തുന്നവരെ കാര്യങ്ങളെല്ലാം നല്ലതായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് 18-ാം പടി കയറിയപ്പോൾ പോലീസുകാരൻ ഇല്ലയോ, എൻ്റെ 9 വയസ്സുള്ള ഒരു മോളെ എടുത്ത് അങ്ങോട്ട് ഇട്ടേക്കുമായിരുന്നു. അവളെ എടുത്ത് നമ്മളൊരു എന്തുവാ പറയുന്നത്, പച്ചക്കറിയൊക്കെ എടുത്ത് കളയുന്ന പോലില്ലേ ചാക്ക്, അതേപോലെ എടുത്തിട്ട് അവളുടെ കാലിൽ പോയി മേളിലത്തെ 2-ാമത്തെ 3-ാമത്തെ പടിക്കകത്ത് ഇടിച്ച്. എന്നിട്ട് എൻ്റെ മോൾ അവിടെ ഇരുന്ന് കരയുക. അപ്പം ഞാൻ ചെയ്ത ഒരു പോലീസുകാരനോട് ഞാൻ പറഞ്ഞു, സ്വാമി, നിങ്ങൾക്ക് അതൊരു കൊച്ചല്ലയോ, അത് നോക്കിയൊന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ലേ, അത് അല്ലെങ്കിൽ നോക്കിയൊന്ന് അങ്ങോട്ട് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലേ? അപ്പോൾ എന്നോട് പറയാം, സ്വാമി എല്ലാവരെയും നോക്കാൻ പറ്റത്തില്ലെന്ന്. അവസാനം അവൻ സെയിം പോലീസുകാരൻ എന്നെ പിടിക്കാനായിട്ട് വന്നപ്പോൾ എൻ്റെ കൈ ഒടിഞ്ഞിരിക്കുക. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ കൈ ഒടിഞ്ഞിരിക്കുക, ഇതിനകത്ത് കൈ വെക്കുവാണെങ്കിൽ ഇത് മാറുമേ. എന്നിട്ട് പോലീസുകാരൻ സോറി എന്നോട് പറഞ്ഞ്. പക്ഷേ നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിക്കണം, ഈ 9 വയസ്സുള്ള ചെറിയൊരു പിഞ്ചു കൊച്ച് ആദ്യമായിട്ട് മല ഇത്രയും ആഗ്രഹമായിട്ട് പോകാൻ നോക്കിയ ഒരു പെങ്കൊച്ചിനെ ഇതേപോലെ ട്രീറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? അത് എന്തിനു വേണ്ടിയാ? ഹിന്ദുക്കൾ ശബരിമല കയറാൻ പാടില്ല, അതിനുവേണ്ടി പോലീസുകാർ ചെയ്യുന്ന പരിപാടിയായത്. ഈ പോലീസുകാർ എന്തുകൊണ്ട് പിഞ്ചു കൊച്ചിനെ അങ്ങനെ എടുത്ത് കളഞ്ഞേ? അവൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ അവൻ ഈ രീതി നോക്കുമോ? പോലീസുകാരുടെ സ്വന്തം മോള് വരുവാണെങ്കിൽ തലയെ വെച്ചോണ്ട് കൊണ്ടുപോകും. ബാക്കിയുള്ളവരുടെ കൊച്ചുങ്ങളെ എന്തുവാ, കൊച്ചുങ്ങളല്ലേ? 41 ദിവസം എൻ്റെ മോള് വ്രതം നോക്കിയിട്ട് പോലീസുകാരൻ ചെയ്ത ഒരു വേലയാണിത്. ഇതിനെല്ലാത്തിനും ഗവൺമെൻറ് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണം, അത് അത്യാവശ്യം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് മനസ്സിലാക്കണം. കാരണം നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കുന്ന ദക്ഷിണയും സമർപ്പിക്കുന്ന എല്ലാം നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഇവർക്കെല്ലാവർക്കും ശമ്പളം കിട്ടുന്നത്. എന്നിട്ട് ഇവർ നമ്മളെ ഒരു പട്ടിയെ പോലെ വച്ചേക്കുന്നത്. അന്ന് നിന്നെ പോലീസുകാരൻ ഈ വീഡിയോ കാണുവാണെങ്കിൽ അവൻ കാര്യം മനസ്സിലാവും. പിഞ്ചു കൊച്ച 9 വയസ്സ് വലിയ സംഭവമൊന്നുമല്ല, എടുത്തങ്ങ് കളയുമായിരുന്നു അവൻ. അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ പെങ്ങളുടെയോ ചേട്ടൻ്റെയോ മോള് വരുവാണെങ്കിൽ അവൻ ഈ രീതി പ്രവർത്തിക്കുമോ? എല്ലാവരും കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അതിനുള്ള ഏത് രീതി നല്ല രീതി ചെയ്യാൻ പറ്റും. ഗവൺമെൻറ് നല്ലൊരു വരുമാനമുണ്ട് ശബരിമലയിൽ നിന്ന്, അതല്ലയോ ഇത്രയും കൊള്ള എല്ലാം നടന്നിട്ടുള്ളത്. ഈ പോലീസുകാരന്മാരെയൊക്കെ ഇച്ചിരി ഒരു മര്യാദയായിട്ട് പെരുമാറാനുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്യണം, അത് അത്യാവശ്യമാണ്. നമ്മൾ പോലീസുകാരെ പേടിക്കുക, ശരിക്കും എന്ന് പറഞ്ഞാൽ യൂണിഫോമിനെ പേടിക്കുക. അല്ലെങ്കിൽ പോലീസുകാർ ഓപ്പണായിട്ട് വരുവാണെങ്കിൽ ആരെങ്കിലും ഏത് രീതി പ്രതികരിക്കും? അവർക്ക് കൊടുക്കുന്ന നമ്മളൊരു റെസ്പെക്റ്റ് ഉണ്ട്, റെസ്പെക്റ്റിനുള്ള പോലീസുകാർ മാത്രം അവിടെ നിർത്തിയാൽ മതി. ഞാൻ പളനി പോയി, തിരുപ്പതി പോയി, അവിടെ ഒരു പ്രശ്നവും ഇല്ല, പോലീസുകാരുടെ ഒരു തിരക്കില്ല. ഇവരെന്തിനാ ഇങ്ങനെ ആൾക്കാരെ വലിച്ചിട്ടങ്ങ് കളയുന്നേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കാര്യം ഒന്ന് എല്ലാവരും ഒന്ന് തീരുമാനമാക്കുക. ശബരിമല പോയില്ലെങ്കിൽ ഇല്ലയോ, ഇവർക്ക് ആർക്കും ഒരു ശമ്പളം കിട്ടാൻ പോകുന്നില്ല. ഖജനാവി വന്ന് വീടുന്ന പൈസ നമ്മുടെ കൂട്ടുള്ള സാധാരണക്കാർ കൊണ്ടുപോയി കൊടുക്കുന്ന പൈസയാണ് ഇവർക്ക് സാലറി ആയിട്ട് കിട്ടുന്നത്.
ഇവരെല്ലാവരും നമ്മളെ യൂസ് ചെയ്യുവാണ്. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ആ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്.